നിങ്ങളിപ്പോ വിളിച്ചിരുന്നോ? ഞാൻ മിസ് കോൾ കണ്ടിട്ടാ തിരിച്ചു വിളിച്ചത്. ആരാ? ഓ, നിങ്ങളോ? എന്ത്, വീട്ടിൽ പോയിരുന്നോ? ആ, ഞാനിപ്പോ ബസ് സ്റ്റോപ്പിനടുത്തുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്താ കാര്യം? നേരിൽ പറയാന്നോ? എന്നാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. വേഗം വാ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? പെട്ടെന്ന് എത്തിയല്ലോ. വീട്ടിൽ പോയപ്പോൾ കണ്ടില്ല, തിരിച്ചു വരുമ്പോഴാണ് കണ്ടത്. അപ്പോൾ തന്നെ വിളിച്ചു. എന്താ ഇത്ര അത്യാവശ്യം? എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ, മോൻ +2-ലല്ലേ പഠിക്കുന്നത്? അതെ. എന്താ അവനെ കുറിച്ച് ചോദിച്ചത്? മോനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം? പറയാം. മോന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ഈയിടെയായി അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒന്ന് തെളിച്ച് പറഞ്ഞേ. മോൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പറയുന്നത്? ഞാൻ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ അംഗമാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ മോൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അതിന്റെ വിൽപ്പന നടത്തുന്നുണ്ടെന്നും പരാതി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അസൂയ കൊണ്ട് ആളുകൾ പലതും പറയും. അത് കേട്ടിട്ട് എന്റെ അടുത്ത് വരണ്ട. എന്റെ മോൻ നല്ലവനാണ്. ആരുടെ കൂട്ടത്തിന് പോകാത്തവനാണ്. അവനെ കുറിച്ച് ഇല്ലാത്ത അപവാദം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ അസൂയ കൊണ്ട് പറയുന്നതല്ല, ശരിക്കും അറിഞ്ഞിട്ടാ പറയുന്നത്. അവനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പിന്നീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇത് എനിക്ക് വേണ്ടിയല്ല പറയുന്നത്, നിങ്ങൾ എന്നെ മനസ്സിലാക്കുക. എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ. ഇവരെ പോലുള്ളവരെ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ്. ഇത് തന്നെയാ ഇന്നത്തെ കാലം. സഹിക്കാൻ പറ്റുന്നില്ലപ്പാ കുഞ്ഞിപ്പണ്ണേ. ചൂടുകൊണ്ട് കഴിഞ്ഞേ ഇല്ലപ്പാ, ചത്തോന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ചൂടുണ്ടപ്പാ, ഇതുവരെ ഇങ്ങനത്തെ ചൂടുണ്ടായിട്ട. അതന്നെ. കുഞ്ഞിപ്പണ്ണേ, നമുക്ക് കുറച്ച് ഇരിക്കാപ്പാ. കാല് കടച്ചിലെടുത്തിട്ട് കഴിയുന്നില്ല. ആയിക്കോട്ടെപ്പാ. ആ വൈദ്യരെ കൊയമ്പ് തടിയിട്ട് ഒരു പാങ്ങുമില്ല. എന്ത് കൊയമ്പിപ്പാ ഇത്? പച്ചാളാറ്റ കൂട്ടിയെന്ന് തോന്നുന്നു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ട് ഒരു നല്ല ഡോക്ടറെ കാണിക്കുന്ന്. എന്നിട്ട് നീ കേട്ടോ? അങ്ങനെ വേണം നിനക്ക്. നിന്റെ കാല് പൊന്താതെ പോട്ട്. നീ വെക്കാൻ വേണ്ടാതിരുന്നേപ്പാ. ആര് കൂട്ടിക്കൊണ്ടുവന്നു? മക്കളാ? 2-3 മക്കളില്ലേ? ഉദ്യോഗമുണ്ട്. അപ്പയോട് പറഞ്ഞാ പോരെ? അപ്പയൊക്കെ എവിടെ സമയം? രാവിലെ പോയിട്ട് മോന്തിക്കല്ലേ വരുന്ന്. പിന്നെ പോണോണ്ട് ഒരുമാതിരി കളിയല്ലേ കളിക്കുന്നു. ചോദിച്ചാ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ചോദിച്ചാലോ ദേഷ്യപ്പെടും. എന്റെ വീട്ടിലും അങ്ങനെ. ആരോട് പറയല് മാണിക്കേ?
പിന്നില്ലേ മാണിക്കേ, നമ്മുടെ പണ്ടേത്തെ ആ 18ന്റെ കാലുണ്ടല്ലോ, അത് വിചാരിക്കുമ്പോ കുളിര് കേറുന്ന മാണിക്കേ. അന്ന് പാവാടിയും കുപ്പായിട്ടിട്ട് പോയൊരു കാലുമില്ലേ, അതൊരു കാലം തന്നെപ്പാ. അതൊരു കാലം തന്നെപ്പ. നല്ല പാങ്ങില്ല ഉടുപ്പും അടക്കും ഒതുക്കും അത് വിചാരിക്കാനേ കഴിഞ്ഞില്ലപ്പ. അതെല്ലാം പോയില്ലേ. ആ വഞ്ച പെണ്ണല്ലേ ഇങ്ങോട്ട് വരുന്നത്. അതന്നെ എന്റെ അമ്മേ, ഓളെ മോനെ കുറിച്ചിട്ട് നാട്ടിലെന്തെല്ലാം പറയുന്നുണ്ട്. ഞാനും കേട്ടിനി. നമുക്ക് കയ്യപ്പോ ഓളെ ചീത്ത കേക്കാൻ. ഉണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഈനിടക്ക് അങ്ങനത്തെ കല്യാണിയില്ലേ, ഓളോട് എന്തോ പറഞ്ഞിനോലും. എന്നിട്ട് ഓളെ കൽമീറ്റ് കണ്ണ് പൊട്ടിച്ചിന് ആ ഭദ്രകാളി പോലത്തോള്. വരുന്നുണ്ട് മുണ്ടിയല്ല. എന്തപ്പാ രണ്ടാളും ഇവിടെ ഇരിക്കുന്നത്? ഉത്സവത്തിന് പോന്നതാ? അതേപ്പാ, 5-6 കൊല്ലായില്ലേ മോളെ തെയ്യം കാണാതെ. അലാക്കിന്റെ എന്തോ ഒരു സുക്കേട് വന്നിട്ട്. എന്തെന്ന് കുഞ്ഞിപ്പണ്ണെ? അതെന്തൊന്നും ഇപ്പൊ അറിയാനില്ലത്. കൊണോറയല്ലേ? കൊണോറയല്ല, കൊറോണ. നമുക്ക് പഠിപ്പും വിവരമൊന്നും ഇല്ലപ്പാ. നീയാണ് പോന്നു മോളെ തെയ്യത്തിനാ? എല്ലപ്പാ, ഞാൻ സ്കൂളിൽ പോകുന്നത്. മീറ്റിംഗ് ഉണ്ട്. എത്ര കാലായി എന്റെ ചാമണ്ടി അമ്മേനെയും പരിദേവതയും കാണാതെ. എന്തോ പൊഞ്ഞാറാന്ന്. തെയ്യത്തിനെല്ലാം ഉറക്കത്തേക്കിനാവ് കാണുന്നേന്ന്. എന്റെ പരിദേവതേ കാക്കണേ എന്റെ തമ്പാച്ചി. വനജ എങ്ങോട്ടേക്കാ? ഞാൻ സ്കൂളിൽ മീറ്റിങ്ങിന് പോകുന്നത്. നിങ്ങൾ രണ്ടാളും മുണ്ടി പറഞ്ഞോണ്ടിരിക്കും മക്കളെ. ഞങ്ങൾ തെയ്യത്തിന് പോയിട്ട് വരുന്നിട്ടാ. അതന്നെ, പോകുമ്പക്ക് തെയ്യം മുടിയെടുക്കുവോന്നറിയില്ല. വേമ്പാ മാണിക്കേ. വനജ ഇപ്പോ അങ്ങോട്ട് പോണ്ട.